ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാർ, ഞങ്ങളോട് എന്തിനാ വരാൻ പറഞ്ഞത്? പോലീസുകാർ വരുമ്പോ നിങ്ങൾ ഒന്നിച്ചായിരുന്നോ? അതെ സാർ. ഒന്നിച്ചെന്ന് പറഞ്ഞ ഒരു വീട്ടിലോ? അതെ, ഞങ്ങളുടെ വീട്ടിലാ താമസിക്കുന്നത്. അതെങ്ങനെ ശരിയാകും? ആന്റി, ഇനി ഇവരോട് അലമ്പൊന്നും ഉണ്ടാക്കണ്ട. ഞങ്ങൾ ഇവരുടെ കൂടെ പോയിട്ട് കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് വരാം. അതൊന്നും വേണ്ട. ഇടമക്കളെ, ഇതിലെന്തോ ചതിയുണ്ട്. അതെനിക്ക് 100% ഉറപ്പാ. ഇനിയിപ്പോ ചെന്നില്ലെങ്കിൽ കുഴപ്പമുണ്ടാവും ഇവർ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ കുടുംബം വൃത്തികേടാക്കാൻ പാടില്ലല്ലോ. നിത്യ, വാ. അതെ സാറേ, പണ്ടത്തെ പോലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോണ്ട് പോയിട്ടെ അവിടെ വെച്ച് എന്റെ കൊച്ചുങ്ങളെ ഉപദ്രവിച്ചാണ്ടല്ലോ. സാറേ, കളി മാറുവേ. കൊണ്ടുപോകുന്നതില് ഒരു പെൺകുട്ടി കൂടിയുണ്ട്. നിങ്ങളുടെ CI സാറിനോട് പറയണം, എന്തെങ്കിലും ഒരു അപമാനം അവൾക്ക് അവിടെ നേരിട്ടാ പിന്നെ അയാൾക്ക് നിന്ന് തിരിയാൻ പോലും സമയമുണ്ടാവില്ല. പരാതി കൊടുക്കേണ്ട സ്ഥലമൊക്കെ ഞങ്ങൾ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഹരി മോളെ, പോയിട്ട് വാ. വാ, കേറ്. വാ. സുജാതേ, ഇത് അവന്റെ ഏർപ്പാടാ, ആ ജീവന്റെ. മനസ്സിലായി രാമകൃഷ്ണേട്ടാ, ബർത്ത്ഡേ പാർട്ടിയിൽ തോറ്റതിന്റെ പകയാ. അതുറപ്പാ. തനിക്ക് പേടിയുണ്ടോ? ഇല്ല, ഹരി കൂടെയുണ്ടല്ലോ. അതെ, നാണക്കേട് തോന്നുന്നു. എല്ലാവരുടെയും നോട്ടത്തിന് മുന്നില് ഇവിടെ വന്നിരിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർത്തിട്ടാ. ആ CI വരട്ടെ. വന്നിട്ട് എന്ത് പ്രയോജനം? നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കില് അതിന് പിന്നില് ജയർ തന്നെയായിരിക്കും ഹരി. ചിലപ്പോ ആയിരിക്കും. അയാളുടെ ലക്ഷ്യം നമ്മുടെ ജീവിതമാണല്ലോ. ഹരി, പോലീസുകാരുടെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചൂടെ എന്തിനാ നമ്മളെ പിടിച്ചോണ്ട് വന്നേന്ന്? ചോദിച്ചപ്പോ അവര് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ വീണ്ടും ചോദിച്ചാൽ അവര് ദേഷ്യപ്പെടും. അതൊന്നും വേണ്ട, നമുക്ക് കാത്തിരിക്കാം. ജയർ വരയ്ക്കുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം, അല്ലേ? ഹലോ. ഹരിയെ നിത്യം പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തിനാ? പോലീസ് അറസ്റ്റ് ചെയ്തെന്നോ? എനിക്കറിയില്ല. ജെആറിന്റെ ഓഫീസ് അറിയാതെ അങ്ങനെ ഒരു കാര്യം നടക്കില്ല. ജെആറിന്റെ സർവസ്വവും ഇപ്പൊ നിങ്ങളാണല്ലോ. സുജാത, എനിക്കറിയില്ല. അങ്ങനൊരു കാര്യം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും ഒരു കാരണവും കാണും. അല്ലാതെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ നിങ്ങളുടെ മോനോടൊപ്പം ചേർന്ന് മിടുക്ക് കാണിക്കുകയാണോ? സുജാതെ, താമരതന്റെ ക്ഷമ പരീക്ഷിക്കാൻ നോക്കല്ലേ. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് എനിക്കറിയില്ല. എന്തിന്റെ പകയാ നിങ്ങൾ തീർക്കുന്നത്? ബർത്ത്ഡേ പാർട്ടിയിൽ നിത്യ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളുടെ പേരിലോ? നിങ്ങളുടെ മകന്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലോ? അങ്ങനെ അവൻ നാണം കെട്ടതിന്റെ പേരിലോ? അവള് പിന്നെ വേറെ എന്ത് ചെയ്യണമായിരുന്നു? സുജാതെ, എന്റെ മക്കളെ, ഹരിയെയും നിത്യയും ഒരു പോറല് പോലും ഏൽക്കാതെ എനിക്ക് ഇവിടെ തിരിച്ചു കിട്ടണം. അല്ലെങ്കിൽ നിങ്ങളുടെ മാറ്റത്തിൽ പകച്ചു നിൽക്കുന്ന സുജാത ആവില്ല ഞാൻ. ആദ്യം അവരെ പോലീസ് പിടിച്ചോണ്ട് പോയത് എന്തിനാണെന്ന് അന്വേഷിക്കുക. അതിനുശേഷം എന്നെ വിളിച്ചാ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതെ, എനിക്കിവിടെ കുറച്ച് തിരക്കുണ്ട്.
ഓ തിരക്ക്. ജെആറിന്റെ MD കസേരയിലിരിക്കുന്നതിന്റെ തിരക്ക്, മകന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിന്റെ തിരക്ക്. നിങ്ങളുടെ തിരക്കും തിരക്കില്ലായ്മയൊക്കെ ഒരുപാട് കണ്ടറിഞ്ഞവളാണ് ഞാൻ. രഘുവേട്ട, ഞാൻ ആണയിട്ട് പറയുക, എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മക്കളെ തേടി ഞാൻ പോവില്ല, നിങ്ങളെ തേടി ഞാൻ വരും. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നിങ്ങൾക്ക് ഈ പുത്രസ്നേഹം. സകല ആയുധങ്ങളുമായി ജെആർ ഞങ്ങളുടെ മുൻപിലേക്ക് വന്നത് തന്നെ നിങ്ങളുടെ ബുദ്ധിയാണ് അല്ലേ? ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. താൻ ഫോൺ വയ്ക്കാൻ നോക്കൂ. ഫോണിലല്ലേ നിങ്ങൾ ഒഴിഞ്ഞു മാറൂ? അത് കഴിഞ്ഞാൽ വരേണ്ടത് എന്റെ മുൻപിലേക്കല്ലേ? ഈ ചെയ്ത് കൂട്ടുന്നതിനൊക്കെ മറ്റാര് മറന്നാലും നിങ്ങളെ കൊണ്ട് സുജാത കണക്ക് പറയിപ്പിക്കും. അതോർത്തോ നിങ്ങള്? ഗുഡ് മോർണിംഗ് സർ. സർ, സർ ഹരി വന്നിട്ടുണ്ട്. അയാളെ വിളിക്കേ. സാർ വിളിക്കുന്നുണ്ട്. വാ. ഇരിക്കേ. വേണ്ട സർ. സാറ് ഞങ്ങളോട് എന്തിനാ വരാൻ പറഞ്ഞത്? പോലീസുകാർ വരുമ്പോ നിങ്ങൾ ഒന്നിച്ചായിരുന്നോ? അതെ സർ. ഒന്നിച്ചെന്ന് പറഞ്ഞ ഒരു വീട്ടിലോ? അതെ, ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അതെങ്ങനെ ശരിയാകും? നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ എന്തെങ്കിലും അവകാശമുണ്ടോ? സർ, ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാ. നിങ്ങൾക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സാറ് ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. ഹരിയുടെ വിദ്യാഭ്യാസം എന്താ? MA മലയാളം. താൻ ടീച്ചറല്ലേ? അതെ. അപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവരല്ല രണ്ടുപേരും. പിന്നെന്താടോ താനിങ്ങനെ കോമൺ സെൻസ് ഇല്ലാതെ പെരുമാറുന്നത്?